ഇനി നമുക്ക് ലാർജ് ഇൻഡസ്ട്രിയനിൽ LI-17 എന്നുള്ള പോയിന്റാണ്. ഓക്കെ, LI-17 നിങ്ങൾക്കറിയാം, കഴുത്തിൻ്റെ അവിടെ വരുന്ന പോയിന്റാണ്. സ്റ്റെർണോ ക്ലൈഡോ മാസ്റ്റോയിഡ് മസിൽസിൻ്റെ ആൻറ്റീരിയർ സൈഡിലായിട്ട് വരുന്ന ബോർഡറാണ്. നിങ്ങൾ കഴുത്തൊന്ന് സൈഡിലേക്ക് ചരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട മസിലുണ്ട്. ആ മസിലാണ് നമ്മളുടെ കഴുത്തിന് വളരെയേറെ പ്രൊട്ടക്ഷൻ തരുന്നത്. ഓക്കെ, അതാണ് മൂവ്മെൻറ്റിന് സഹായിക്കുന്ന കുറേ മസിൽസ് ഉള്ള ഏരിയ ആണ് നമ്മുടെ കഴുത്ത് എന്ന് പറയുന്നത്. കുറേ നമ്പേഴ്സ് ഉണ്ട് അതിൽ. വൺ ഓഫ് ദ കഴുത്തിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ടതെന്ന് പറയുകയാണെങ്കിൽ ഒരെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റെർണോക്ലോയിഡോ മാസ്റ്റോയിഡ് മസിൽസ് എന്ന് പറയും, അല്ലെങ്കിൽ SCM മസിൽസ് എന്ന് പറയും. ഇപ്പോൾ സ്കാൽപ്പൊക്കെ പഠിക്കുന്ന സമയത്ത് ഡയഗ്നോസിസിന് ഈ മസിൽസിൻ്റെ ഏരിയയിലാണ് നമ്മൾ പ്രധാനമായിട്ടും 1-2 ഓർഗൻസിനെയൊക്കെ ഫോക്കസ് ചെയ്യുക. സോ ഇത് നമ്മൾ കഴുത്ത് ഒരു വശത്തേക്ക് ചരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് മെലിഞ്ഞ ആളുകളിലൊക്കെയാണെന്ന് വെച്ചാൽ അല്ലാതെ പ്രൊജക്റ്റായിട്ട് തന്നെ കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തൊട്ട് കഴിഞ്ഞാൽ തന്നെ ഹാർഡായിട്ട് കാണാവുന്ന മസിൽസാണ്. ഓക്കെ, അവിടെയാണ് ഈ LI-17 വരുന്നത്. ആഡംസ് ആപ്പിളിൻ്റെ ആൾമോസ്റ്റ് ഒന്ന് നേരെയായിട്ട് വരും. ഓക്കെ, ആക്ച്വലി വന്നിട്ട് ഇത് എന്തിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇതൊക്കെ എക്സ്ട്രാ പോയിന്റ്സിൽ വരുന്നതാണ്. ഓക്കെ, പക്ഷേ ഇവിടെ നീഡിൽ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ഡീപ്പ് നീഡ്ലിംഗ് ചെയ്യണം. ഓക്കെ, ചരിച്ചിട്ട് ചെയ്യുക. പെട്ടെന്നുള്ള വോയിസ് നമുക്ക് കിട്ടാതാവുക, ഏതെങ്കിലും ഒരു ഭയത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ചെറിയ അക്യൂട്ട് കേസസിൽ ഉണ്ടാവുന്ന സഡൻ ലോസ് ഓഫ് വോയിസിനെ റീകൂപ്പ് ചെയ്യാൻ വന്നിട്ട് നമുക്ക് ഈ പോയിന്റ്സ് ഉപയോഗിക്കാൻ പറ്റും. അതേമാതിരി ത്രോട്ടിന് ഉണ്ടാവുന്ന ലോക്കൽ പോയിന്റ് ആയിട്ട് ഉപയോഗിക്കാം. ത്രോട്ടിൽ ഉണ്ടാവുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും, സോർ ത്രോട്ട് മാത്രമല്ല, ഈവൻ വന്നിട്ട് എന്താ പറയുക, കഫൊക്കെ ഒരുപാടായിട്ട് നിങ്ങൾക്ക് ത്രോട്ടിനൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അതിനെല്ലാം ഈ പോയിന്റ്സ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ലോക്കൽ പോയിന്റ്സ് എല്ലാം അങ്ങനെ തന്നെയാണ്. ഏതൊരു ലൊക്കേഷനിലും നിങ്ങൾക്ക് ഈ എക്സ്ട്രാ പോയിന്റ്സ് ആണെങ്കിലും ശരി, ട്രാൻസ്പോർട്ടിങ് പോയിന്റ് ആണെങ്കിലും ശരി, അതാത് ആ പരിസരത്ത് ഉണ്ടാവുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ആ പോയിന്റ് ഉപയോഗിക്കാം. ഓക്കെ, അതുകൂടാതെ തന്നെ സോർ ത്രോട്ടിന് ഉപയോഗിക്കാം. കഴുത്തിൽ ഗോയിറ്റർ എന്ന് പറയുന്ന ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കാം. സ്കാർഫ്ലാക്ക് നമുക്ക് ഉപയോഗിക്കാം, വൈറൽ ഇൻഫെക്ഷൻ കൊണ്ട് ഉണ്ടാകുന്നത്. അത് ത്രോട്ടും അതേപോലെ തന്നെ വോയിസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസിന് ഈ പോയിന്റ്സ് ഉപയോഗിക്കാം. ഇപ്പോൾ കുട്ടികളൊക്കെ വന്നിട്ടേ ഇത്ര ഒരു ഏജ് ആകുമ്പോഴേക്കും കുട്ടികൾ സംസാരിക്കാത്ത കുട്ടികൾ നിറയെ ഉണ്ടാവും. ഓക്കെ, അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ അക്യുപഞ്ചറിൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും കഴുത്തിലത്തെ വോയിസിൽ. ഈ പോയിന്റ്സും ഉപയോഗിക്കാം. ഇതിനേക്കാളും നല്ല പോയിന്റുകളാണ് നമ്മുടെ റൺ മെറീഡിയനിലുള്ള പോയിന്റുകൾ. അതേമാതിരി തന്നെ ഈ LI-17 LI-18 ഒക്കെ അതേപോലെ ഉപയോഗിക്കാൻ പറ്റാവുന്ന പോയിന്റുകളാണ്. നിങ്ങൾ അടുപ്പിച്ചിട്ട് ഒരു 3-4 ദിവസം ചെയ്യുമ്പോൾ തന്നെ, ഒരാഴ്ച ഗ്യാപ്പ് കൊടുത്താൽ തന്നെ അക്ഷരം ക്ലാരിറ്റി ഇല്ലാത്ത കുട്ടികൾ, ചില അക്ഷരങ്ങൾ വഴങ്ങാത്ത കുട്ടികളിലൊക്കെ മാറ്റം കണ്ടു തുടങ്ങും. ഓക്കെ, ലൊക്കേഷൻ നിങ്ങൾക്കറിയാം. ആഡംസ് ആപ്പിളിൻ്റെ ഏകദേശം നേരെയായിട്ടാണ് വരിക. നമ്മളുടെ കഴുത്തിൽ, അതായത് ഇപ്പോൾ ഇങ്ങനെ നിങ്ങൾ കഴുത്തിൽ തിരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കഴുത്ത് കാണുന്നുണ്ടോ നോക്കൂ. ഓക്കെ, ഈ കഴുത്ത് തിരിക്കുമ്പോൾ ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട മസിൽസ് ആണ്. ഈ മസിൽസിന്റെ ആൻറ്റീരിയർ സൈഡിൽ കേട്ടോ, ഫ്രണ്ടിലേക്കുള്ളതിലല്ല, ആൻറ്റീരിയർ സൈഡിലാണ് വരുന്നത്. ഈ ലൊക്കേഷൻസ് ഒക്കെ വന്നിട്ട് നമ്മൾ പൊതുവെ വന്നിട്ട് YNSA ഡയഗ്നോസിസിലൊക്കെ ഉപയോഗിക്കും. അപ്പം ഈ പോയിന്റ്സ് തന്നെ നിങ്ങൾക്ക് വന്നിട്ട് മസാജ് ചെയ്യുന്നതൊക്കെ വളരെയേറെ യൂസ്ഫുള്ളാണ്. അത് കഴുത്തിൻ്റെ ബുദ്ധിമുട്ടുകൾക്കും അതേമാതിരി തന്നെ ഇത് വേറെ ചില ഏരിയയും കൂടെ കവർ ചെയ്യുന്നുണ്ട് ഇന്റേണലി. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ബോധർ ചെയ്യേണ്ട. പക്ഷേ നിങ്ങൾ ഈ മസിൽസിനെ റെഗുലറായിട്ട് ദിവസം മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. 2 വശത്തും ചെയ്യാം. ഓക്കെ, സ്റ്റെർണോ ക്ലൈഡോ മാസ്റ്റോയിഡ് മസിൽസിനെ നിങ്ങൾ മസാജ് റെഗുലറായിട്ട് ഒരിത്തിരി എണ്ണ ഇട്ടിട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഫ്രണ്ട് ആൻഡ് മുകളിലേക്കും താഴേക്കും നിങ്ങൾക്ക് മസാജ് ചെയ്യാം ഈ പോയിന്റ്സ്. ഓക്കെ, അടുത്തത് LI-18 എന്നുള്ള പോയിന്റ് ആണ്. LI-18 നിങ്ങൾ ഈ ചിത്രത്തിൽ തന്നെ കണ്ടിട്ടുണ്ടാവും. ഒരു ചൂൺ മുകളിലായിട്ടാണ്. പക്ഷേ LI-17 വന്നിട്ട് ഈ സ്റ്റെർണോ ക്ലൈഡോ അല്ലെങ്കിൽ SCM മസിൽസിന്റെ ആൻറ്റീരിയർ എഡ്ജിലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കഴുത്തിനെ തന്നെ ഒന്ന് തിരിച്ചു വെച്ച് തൊട്ട് നോക്കിയാൽ അറിയാം. അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഒന്ന് കഴുത്തൊന്ന് നന്നായി തിരിച്ചു വെച്ചിട്ട് ആ ഭാഗം തൊട്ട് കഴിഞ്ഞാൽ മസിൽസിനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഒട്ടുമിക്ക ആളുകൾക്കും അതിനകത്ത് 1-2 സ്ഥലങ്ങളിൽ വന്നിട്ട് ചെറിയ നോട്ട്സ് കാണും, വേദനയുണ്ടാവും. ഓക്കെ, ഈ LI-17 എന്നുള്ളത് ആൻറ്റീരിയർ എഡ്ജിലാണ് മസിൽസിന്റെ. അതേ സമയത്ത് LI-18 വന്നിട്ട് മിഡിലായിട്ടാണ് വരിക. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് വ്യക്തമായി കാണുന്നുണ്ടാവും ഈ പോയിന്റ്സ്. ഓക്കെ, നമുക്ക് ഹിക്കപ്സ്, അതായത് എന്താ പറയുക,
എന്താ പറയാ, ഏമ്പക്കം എന്നാണ് ഇവിടെയൊക്കെ പറയാ, എക്കിട്ടം വരിക എന്ന് പറയും. അതൊന്നും കൊണ്ട് ഇങ്ങനെ ചിലപ്പോ വരത്തില്ലേ, എന്താ നിങ്ങളിവിടെ പറയാ? ഓക്കെ, ഇക്കിള് വരുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ ഈ പോയിന്റ് നല്ലതാണ്. അതേമാതിരി തന്നെ അപ്പർ എക്സ്ട്രിമിറ്റീസ്, അതായത് കൈകളിൽ ഉണ്ടാവുന്ന പെയിൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസ് ഒക്കെ, ഷോൾഡർ ഭാഗത്ത് ഉണ്ടാവുന്ന ഇഷ്യൂസ്, പാരാലിസിസ് വന്നിട്ട് കൈകൾക്കൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് മാറാൻ ഈ പോയിന്റ് നല്ലതാണ്. എസ്പെഷ്യലി ഷോൾഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ കൈയിൻ്റെ മറ്റേ പാരാലിസിസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഷോൾഡർ മൂവ്മെൻറ്റിന് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും, കൈകൾ പൊന്തിക്കാനും അല്ലെങ്കിൽ മൂവ്മെൻറ്റിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അതേപോലെ തന്നെ അതല്ലാതെ തന്നെ പെയിനോ അല്ലെങ്കിൽ ഷോൾഡറിൽ ഉണ്ടാവുന്ന മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഈ പോയിന്റ്സ് നല്ലതാണ്. ഇത് മസാജ് ചെയ്താൽ പോലും അത് വർക്ക് ചെയ്യും കേട്ടോ. അവിടെ നീഡിൽ തന്നെ വേണമെന്നില്ല, മസാജ് ചെയ്താലും വർക്ക് ചെയ്യും. പക്ഷേ ഡീപ്പ് നീഡ്ലിങ് ചെയ്യരുത്, കഴിയുന്നതും ചരിച്ചിട്ടിടുക. ഓക്കെ, സോർ ത്രോട്ടിന് നല്ലതാണ്. മറ്റേ അതേപോലെ തന്നെ കഴുത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ തന്നെ അടുത്തുള്ള പോയിന്റ് ആയതുകൊണ്ട് തന്നെ LI-17 ആൾമോസ്റ്റ് എല്ലാം ഇവിടെയും വരും. ഇതും അതേമാതിരി തന്നെ വോയിസിന് നല്ലതാണ്, ത്രോട്ടിന് നല്ലതാണ്. ചുമയൊക്കെ ഉണ്ടെങ്കിൽ LI-17 കുറച്ചുകൂടെ ഇത് നല്ലതാണെന്ന് മാത്രം. ഓക്കെ, ബാക്കി നീഡ്ലിങ് മറ്റുമൊക്കെ സെയിം തന്നെയാണ്, ഡീപ്പായിട്ട് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, ഡീപ്പ് നീഡ്ലിങ് നിങ്ങൾ ചിലപ്പോൾ വീഡിയോ ഒക്കെ കാണുന്നുണ്ടാവും. ചൈനയിലും മറ്റുമൊക്കെ അവിടുത്തെ ആളുകളും അതേമാതിരി തന്നെ മറ്റേ മോഡേൺ മെഡിസിനിൽ അക്യുപഞ്ചർ പ്രാക്ടീസ് ചെയ്യുന്നവരൊക്കെ ചില ത്രോട്ടിലുള്ള പോയിന്റുകളൊക്കെ വന്നിട്ട് ഡീപ്പ് നീഡ്ലിങ് ചെയ്യാറുണ്ട്. നമ്മൾ ദയവായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകണ്ട. നമ്മളെ സംബന്ധിച്ചിട്ട് സ്കിന്നിൻ്റെ ഈ മസിൽസിൻ്റെ ഇടയിൽ തന്നെയാണ് അക്യുപഞ്ചർ പോയിന്റ് നമ്മളുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീപ്പ് നീഡ്ലിങ്ങിന് ഇപ്പോൾ ഫോക്കസ് ചെയ്യാൻ നിൽക്കണ്ട, പ്രത്യേകിച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയയിൽ. അങ്ങനെ നമ്മൾ ചെയ്യണമെങ്കിൽ അനാട്ടമി ഫിസിയോളജിയിൽ നല്ല തറവായിരിക്കണം. ഓക്കെ, അങ്ങനെ തറവായിട്ടുള്ളവർക്ക് മാത്രമേ ഡീപ്പ് നീഡ്ലിങ് ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്യുന്നതാണ് നല്ലത്. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ അതിനെങ്ങനെ ഓവർകം ചെയ്യണം എന്നുള്ളത് നമുക്ക് അറിയേണ്ടതായിട്ടുള്ളതുകൊണ്ട്. ഓക്കെ, ലൊക്കേഷൻ നമുക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാത്രം അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കും. അപ്പോൾ അടുത്തത് LI-19 എന്നുള്ള പോയിന്റാണ്. LI-19 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോയിന്റ് തന്നെയാണ്. ഓക്കെ, ഈ LI-19 LI-20 വളരെയേറെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു പോയിന്റും കൂടെയാണ്. ഫേഷ്യലിൻ്റെ മുഖത്തുണ്ടാവുന്ന സ്കിന്നിൻ്റെ ഗ്ലോനെസ് കൂട്ടാൻ, അപ്പോൾ ബ്യൂട്ടി സ്പോട്ട് എന്ന് വേണമെങ്കിൽ കൂടെ പറയാം. അക്യുപഞ്ചർ ചെയ്യുമ്പോഴോ മസാജ് ചെയ്യുമ്പോഴോ LI-19 LI-20 നിങ്ങൾ റെഗുലറായിട്ട് മസാജ് ചെയ്യുകയാണെങ്കിൽ, അതേപോലെ തന്നെ മുഖത്തുള്ള ബാക്കിയുള്ള അക്യുപഞ്ചർ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ റെഗുലറായിട്ട് മസാജ് ചെയ്യുകയാണെങ്കിൽ സ്കിന്നും ഫേസിൻ്റെ ഗ്ലോനെസ് കൂടും. അല്ലാണ്ട് കറുത്ത ആൾ വെളുത്ത ആളാണെന്നല്ല, ഫേസിൻ്റെ ഗ്ലോനെസ് കൂടും. ഈ മറ്റേ ബ്യൂട്ടീഷ്യൻസ് ഒക്കെ മസാജ് ചെയ്യുമ്പോൾ അവർക്ക് അറിഞ്ഞോ അറിയാതെയോ ഈ പോയിന്റ്സിനെയൊക്കെ, മുഖത്തുണ്ടാകുന്ന എല്ലാ അക്യുപഞ്ചർ പോയിന്റ്സിനെയും അവർ കവറപ്പ് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് ഈ ബ്യൂട്ടി മറ്റേ എന്താ പറയുക, ഇപ്പോൾ കോസ്മെറ്റിക് അക്യുപഞ്ചർ ഒക്കെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത് എന്താ വെച്ചാൽ ബ്യൂട്ടീഷ്യൻസ് കണ്ടമാൻ ആൾക്കാർ വരാൻ പറ്റും. കാരണം ഇവർ അറിഞ്ഞോ അറിയാതെയോ ഈ പോയിന്റുകളിലൊക്കെ ടച്ച് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ ക്ലയൻറ്റിന് 1-2 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ തോന്നുന്ന എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്കിന്നിനെ മാത്രമല്ല റീജനറേറ്റ് ചെയ്യുന്നത് ഈ പോയിന്റ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് സ്റ്റൊമക്കിൻ്റെ പോയിന്റ് വരുന്നുണ്ട്, ലാർജ് ഇൻഡസ്ട്രീൻ്റെ വരുന്നുണ്ട്, ഗാൽ ബ്ലാഡറിൻ്റെ വരുന്നുണ്ട്, അങ്ങനെ വരുന്ന മറ്റേ UB മെറിഡിയൻ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ, പിന്നെ അത് കൂടാതെ ഇന്റേണലി വന്നിട്ട് പാസ് ചെയ്യുന്നവിടേക്ക് നമ്മൾ ഡീപ് പ്രഷർ ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഈ വെള്ളത്തിലൊക്കെ ഒരു കല്ലെറിയുന്നത് പോലെയാണ്. നമ്മൾ സ്കിന്നിൽ തൊടുന്ന സമയത്ത് നമ്മൾ സ്കിന്നിലാണ് തൊടുന്നതെങ്കിലും അതിൻ്റെ വൈബ്രേഷൻ നമ്മൾ കൊടുക്കുന്ന പ്രഷറിനനുസരിച്ചിട്ട് അപ് ടു ബോൺ വരെ പോകും. അത് ഈ ഫേഷ്യ ഉള്ളിനകത്തുള്ളത് കൂടെ അതിൻ്റെ സർക്കുലേഷൻ അത് ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ എവിടെ നിങ്ങൾ മസാജ് ചെയ്താലും ആ ഭാഗത്ത് സർക്കുലേഷൻ കൂടുകയും അതിൻ്റെ ബുദ്ധിമുട്ടുകൾക്ക് നല്ല മാറ്റം വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ ബ്യൂട്ടീഷ്യൻസും അറിഞ്ഞോ അറിയാതെയോ അവർ തൽക്കാലം മേക്കപ്പാണ് ഇടുന്നതെങ്കിൽ പോലും മസാജും മറ്റും ചെയ്യുന്ന സമയത്ത് ഇന്റേണലി ഉള്ള ഓർഗൻസിനെയും അതേമാതിരി തന്നെ ടോക്സിൻ റിമൂവലിനെയും, സർക്കുലേഷൻ ഇമ്പ്രൂവ് ആയ ഓട്ടോമാറ്റിക്കലി ടോക്സിൻ റിമൂവൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതും അവരറിയാതെ ചെയ്യുന്നുണ്ട്. അങ്ങനെ DU-19 എന്നുള്ളത് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണുള്ള പോയിന്റാണ്. വേണമെച്ചാൽ നിങ്ങൾ മറ്റേ ഒരേ ഫോക്കസിൽ വെച്ചുകൊണ്ട്
നിങ്ങൾ ഈ മുഖത്തിൻ്റെ ഫോട്ടോ എടുക്കുക, എന്നിട്ട് റെഗുലറായിട്ട് മസാജ് ചെയ്തിട്ട് ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വേരിയേഷൻസ് അറിയാം. അതേപോലെ തന്നെ മുഖത്തിലുള്ള കുറച്ച് പോയിന്റുകൾ വന്നിട്ട് നമ്മൾ മോക്സ ഉപയോഗിക്കുന്നത് അവോയ്ഡ് ചെയ്യാൻ പറയും. അത് തൽക്കാലം നിങ്ങൾ മോക്സ അവോയ്ഡ് ചെയ്യാം. പക്ഷേ ഹീറ്റ് പാഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അവിടെ വേണിച്ച് അപ്ലൈ ചെയ്യാം. ഡയറക്റ്റ് മോക്സ മാത്രം അപ്ലൈ ചെയ്യണ്ട. ഓക്കെ, ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഓക്കെ, അതായത് മറ്റേ പലപ്പോഴും വന്നിട്ട് ചില വീഡിയോസിൽ നമ്മൾ മെറീഡിയൻ ട്രാവൽ ചെയ്യുന്ന വീഡിയോസിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മെറീഡിയൻ ലെഫ്റ്റ് സൈഡിൽ ലാർജ് ഇൻഡസ്ട്രീൻ്റെ മെറീഡിയൻ ഇൻഡെക്സ് ഫിംഗറിൽ നിന്ന് തുടങ്ങിയിട്ട് ജസ്റ്റ് എൻ്റെ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, അധികവും വീഡിയോസിൽ കാണിക്കുന്നത് മുഖത്ത് ഇങ്ങനെ വന്നിട്ട് LI19 തൊട്ടിട്ട് പിന്നെയും സെൻറ്ററിൽ പോയി GV26 ടച്ച് ചെയ്ത് തിരിച്ച് ഇവിടെ വന്നിട്ട് അവസാനിക്കുന്നതായിട്ടാണ് ഒട്ടുമിക്ക ഗ്രാഫിക്സ് വീഡിയോയിൽ ഉണ്ടാവുക. കാരണം അത് ഒരു കൺവീനിയന് വേണ്ടി ചെയ്തതായിരിക്കാം. പക്ഷേ TCMൽ പറയുന്നത് ഈ ലാർജ് ഇൻഡസ്ട്രീൻ്റെ 20 എന്നുള്ള പോയിന്റ്, നമ്മൾ അത് വരുമ്പോൾ തന്നെ ഞാൻ മുന്നേ കൂട്ടി പറഞ്ഞു എന്നേ ഉള്ളൂ, ട്രാവൽ ചെയ്യുന്നത് LI19 ടച്ച് ചെയ്ത് ഓപ്പോസിറ്റ് മൂക്കിൻ്റെ സൈഡിലാണ് മറ്റേ നമ്മുടെ ലാർജ് ഇൻഡസ്ട്രീൻ 20 പോയിന്റ് ഉള്ളത്. പക്ഷേ നമ്മൾ കാണിക്കുന്ന വീഡിയോസിലൊക്കെ നിറയെ നമുക്ക് യൂട്യൂബിലൊക്കെ നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, അവർ ആ കൺവീനിയൻറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിട്ട് തിരിച്ചിവിടെ വന്നിട്ട് അവസാനിക്കുക അതേ സൈഡിൽ. പക്ഷേ TCMൽ ഓപ്പോസിറ്റ് സൈഡാണ് പറയുന്നത്. ഈ LI19 എന്നുള്ളത് ആൾമോസ്റ്റ് നമ്മുടെ മീശ, ആണുങ്ങൾക്കാണെങ്കിൽ മീശ വരുന്ന ഭാഗത്ത് മധ്യഭാഗത്ത് തന്നെയാണ്, നമ്മുടെ മൂക്കിന്റെ സെന്റർ ആയിട്ട് വരും. അപ്രോക്സിമേറ്റ്ലി 0.5 ചൂണാണ് മധ്യഭാഗത്തു നിന്നുള്ള ലൈനിൽ. ഓക്കെ, അത് നമ്മുടെ എന്താ പറയുക DU26 എന്നുള്ള പോയിന്റ് ആണ്. അവിടെ നിന്ന് അപ്രോക്സിമേറ്റ്ലി 0.5 ചൂണാണ് മൂക്കിന്റെ നേരെ മധ്യഭാഗത്ത്. അതേപോലെ തന്നെ ഒരു 0.5 ചൂണ് താഴെ. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലായിട്ട് വരുന്ന പോയിന്റ് ആണ് LI19 എന്നുള്ളത്. അതൊരു ബ്യൂട്ടി പോയിന്റും കൂടെയാണ്. അത് നമ്മൾ ഇതിനകത്ത് എഴുതാറില്ല, പക്ഷെ നിങ്ങൾ റെഗുലറായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നിറയെ മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. നാസൽ കൺജഷൻ നല്ലതാണ്. മൂക്കടപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പോയിന്റ് ചെയ്യുമ്പോൾ മൂക്ക് ഓപ്പൺ ആവും. അല്ലെങ്കിൽ LI19 ആൻഡ് LI20 കുറച്ചുകൂടെ എഫക്റ്റീവാണ്. നീഡിലിടുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും ഒരു സ്റ്റെപ്പ് കൂടുതലാണ് നിങ്ങൾ അവിടെ മസാജ് ചെയ്യുമ്പോൾ. അത് ക്ലയൻറ്റിനോട് തന്നെ ചെയ്യാൻ പറഞ്ഞാലും മതി. ഓക്കെ, എപ്പിസ്റ്റാറ്റിസ് മൂക്കിലൂടെ ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിൽ അത് നിൽക്കാനും ഈ പോയിന്റ് നല്ലതാണ്. ചില ചെറിയ കുട്ടികളിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഉണ്ടാവും, ഒരുപാട് വേനൽക്കാലമൊക്കെ ആകുന്ന സമയത്ത് ചില കുട്ടികളിൽ ഇങ്ങനെ ഈ മൂക്കിലൂടെ പെട്ടെന്ന് ബ്ലീഡിങ് വരും. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ചില സമയങ്ങളിൽ നിങ്ങൾ ഒരു പ്രാവശ്യം നീഡിൽ ചെയ്യുമ്പോൾ തന്നെ സ്റ്റോപ്പ് ആവും, എനർജി ഇംബാലൻസ് കാരണമാണെങ്കിൽ. ഓക്കെ, അല്ലെങ്കിൽ മാത്രമാണ് അത് ലോങ് ടേം ഉപയോഗിക്കേണ്ടത്. ചിലപ്പോൾ ഒരു പ്രാവശ്യം ചെയ്തിട്ട് തന്നെ ഇങ്ങനെയുള്ള കേസസ് ഒക്കെ മാറിയത് ഒരുപാട് നമുക്ക് ക്ലിനിക്കലി എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. അതേമാതിരി തന്നെ മറ്റേ നമ്മുടെ കീഴ്ത്താടി ഉണ്ട്, കീഴ്ത്താടി ലോക്ക് ആവുക എന്ന് പറയും. ഓക്കെ, അതിനും ഈ പോയിന്റ് വളരെ നല്ലതാണ്. അതേമാതിരി പാരാലിസിസ് വന്നിട്ടോ അല്ലെങ്കിൽ മറ്റേ ചിലവർക്ക് തണുപ്പ് ക്ലൈമറ്റ് പോയിട്ട് വന്നു കഴിഞ്ഞാലും ഒക്കെ മുഖത്ത് തന്നെ വന്നിട്ട് ഒരു ഭാരം തോന്നും, അല്ലെങ്കിൽ കാഴ്ചക്ക് തന്നെ അവരുടെ മുഖത്തിന് എന്താ പറയുക, ഒരു സൈഡിൽ ചെറിയൊരു ചരിവൊക്കെ ഫീൽ ചെയ്യും. പാരാലിസിസ് വന്ന പക്ഷാഘാതം വന്നവരിൽ നമുക്ക് ഒട്ടുമിക്ക കാണാം. അത് ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് മാറും. പക്ഷേ ഇനിഷ്യലി വന്ന ദിവസം തന്നെ നിങ്ങൾക്ക് ശരിക്കും ആശുപത്രിയിൽ അപ്പം തന്നെ കൊണ്ടുപോകണമെങ്കിൽ പോലും ഈ മുഖം കോടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പാരാലിസിസ് ഒക്കെ വന്ന കേസസിൽ അത് ഒട്ടുമിക്കതും ആശുപത്രിയിൽ നിന്ന് വരുമ്പോൾ തന്നെ മാറും. പ്രോപ്പർ ടൈമിലാണ് നമ്മൾ പോയി ആ ഇഞ്ചക്ഷൻ ഇടുന്നതെങ്കിലും. അതല്ലാത്ത കേസസിൽ ചില കേസസിൽ വന്നിട്ട് ആശുപത്രിയിൽ നിന്ന് വരുമ്പോഴും അവർക്കുണ്ടാവും. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇതൊക്കെ അക്യുപഞ്ചറിൽ വന്നിട്ട് വളരെയേറെ മാറ്റം വരാറുള്ളതാണ്. ഓക്കെ, ഞാൻ ഫങ്ഷൻസ് വായിക്കാൻ മറന്നുപോയി അല്ലേ, 2-4 പോയിന്റ്. ഓക്കെ, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടാവും. എപ്പോഴും ഈ ഫങ്ഷൻസ് മിസ് ചെയ്യരുത് കേട്ടോ. ഇതിനകത്ത് എല്ലാത്തിലും മറ്റേ വോയിസ് ഓപ്പണിങ്ങും നമ്മൾ വിട്ടുപോയതിൽ വന്നിട്ട് മെയിനായിട്ട് വോയിസ് ഓപ്പണിങ്ങിനും ത്രോട്ടിനെ സപ്പോർട്ട് ചെയ്യാനെന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഇവിടെ വന്നിട്ട് മറ്റേ നാസലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എഴുതുന്നത്. അതേപോലെ തന്നെ മുഖത്തുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾക്ക്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ തണുത്ത കാലാവസ്ഥയിൽ പോയിട്ട് വന്നു, അപ്പോഴും ഈ പോയിന്റ് നിങ്ങൾക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ തണുപ്പ് പെട്ടെന്ന് മാറ്റം വരും. കാരണം മസാജ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യും. ഇത് നീഡിൽ ചെയ്യാം, പക്ഷേ മോക്സ കാണിക്കേണ്ടതാണ് TCM പറയുന്നത്. ഓക്കെ, ലൊക്കേഷൻ നമുക്ക് അറിയുന്നുണ്ടാവും. ഓക്കെ, ഈ മൂക്കിന്റെ അറ്റത്തു നിന്നും ഈ ചുണ്ടിന്റെ അറ്റത്തിൽ കറക്റ്റായിട്ട് ഹാഫ് ഏരിയയിലാണ് വരിക. ആ മൂക്കിന്റെ ദ്വാരത്തിന്റെ മധ്യഭാഗത്ത് അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി മറ്റേ
നമ്മുടെ DU26 അപ്രോക്സിമേറ്റ്ലി 0.52. അടുത്തത് LI20 ആ ലൊക്കേഷൻ നമ്മൾ ആൾറെഡി കണ്ടു കഴിഞ്ഞു. അൽനാസിയുടെ തൊട്ടടുത്ത് വരുന്ന ഗ്രൂവിലാണ് ഈ പോയിന്റ് വരിക. ഓക്കെ, ഈ അൽനാസിയുടെ ഈ ഗ്രൂവിൽ, അതായത് മൂക്കിന്റെ അറ്റത്തല്ല, ഈ ഗ്രൂവ് വരുന്നുണ്ടല്ലോ നമ്മളുടെ നമ്മൾ ചിരിക്കുന്ന സമയത്ത് ഈ മൂക്കിന്റെ മുകളിൽ നിന്ന് അൽനാസിയുടെ എഡ്ജിന്, ഈ അൽനാസി എന്ന് പറയുന്നത് ഈ പൊന്തി നിൽക്കുന്ന ഭാഗം. ഓക്കെ, ഇതിന്റെ മുകളിൽ നിന്നൊരു ഗ്രൂവ് വരും. ആ ഗ്രൂവിനകത്താണ് പോയിന്റ് ഉള്ളത്. ഓക്കെ, അങ്ങനെ തന്നെ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഉറപ്പിച്ചാൽ, കാരണം പല സമയത്തും കുട്ടികൾ വന്നിട്ട് മൂക്കിന്റെ എഡ്ജിലാണ് കാണിക്കാറ്, എഡ്ജിലല്ല ഗ്രൂവിലാണ് ഇത് വരുന്നത്. ഓക്കെ, LI20 എന്നുള്ള പോയിന്റ്, ഇതും ബ്യൂട്ടി പോയിന്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാറ്. ഓക്കെ, അത് മാത്രമല്ലാതെ ഇതൊരു ക്രോസിംഗ് പോയിന്റ് ആണ്. ലാർജ് ഇൻഡസ്ട്രീൻ സ്റ്റൊമക് മെറിഡിയൻസ് കൂടി ക്രോസ് ചെയ്യുന്ന പോയിന്റ് ആണെന്ന് പറയാം. കാരണം നമ്മുടെ സ്റ്റൊമക് മെറിഡിയന് ഈ വശത്ത് കണ്ണിന്റെ അവിടെ നിന്ന് തുടങ്ങി മറ്റേ കഴുത്തിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇന്റേണലി അത് കണക്ട് ചെയ്യുന്നുണ്ട്. നാസൽ കൺജഷന് വളരെയേറെ എഫക്റ്റീവ് ആണ്. നിങ്ങൾക്ക് മൂക്കൊക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ ആ LI20 മാത്രം നിങ്ങൾ നന്നായിട്ട് അതായത് ടുവേർഡ്സ് എന്താ പറയാ, മറ്റേ മുകൾ ഭാഗത്തേക്കും ഇന്നറായിട്ടും പ്രസ് ചെയ്യുന്ന സമയത്ത് വെറുതെ പ്രസ് ചെയ്യല്ല, പ്രസ് ചെയ്യുന്ന സമയത്ത് അകത്തോട്ടും പ്രസ് ചെയ്യണം, കുറച്ച് മുകളിലോട്ടായിട്ടും. ഓക്കെ, നമ്മളിപ്പോൾ മറ്റേ ഒരു ഷവലൊക്കെ വെച്ചിട്ട് മണ്ണെടുക്കുന്ന സമയത്തെ അകത്തേക്കും കുത്തും മുകളിലേക്കും വലിച്ചെടുക്കുന്നത് പോലെയുള്ള സ്ട്രക്ചർ കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നാസൽ കൺജഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഓപ്പൺ ആവും. അതേമാതിരി തന്നെ ബ്ലീഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ, നോസിൽ മറ്റേ ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ ഈ പോയിന്റ് വളരെ നല്ലതാണ്. ഈവൻ നിങ്ങൾക്ക് ജലദോഷമൊക്കെ വന്നിട്ട് ഉള്ളിൽ പൊട്ടിയിട്ട് ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിൽ പോലും, കഫത്തിന്റെ അകത്തൂടെ വരുന്നുണ്ടെങ്കിൽ പോലും ഈ പോയിന്റ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതേമാതിരി തന്നെ മുഖം കോടിയിട്ടുണ്ടെങ്കിൽ, അത് പക്ഷാഘാതം കൊണ്ടോ അല്ലെങ്കിൽ ഏത് കേസസിലായിട്ടാണെങ്കിലും തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതേമാതിരി തന്നെ ഫേസിൽ ഇച്ചിങ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ നല്ലതാണ്. അതേമാതിരി ബൈലറി ആസ്കറിയാസിസ്, അതായത് ഒന്നുമില്ല, ഇവിടെ നമ്മൾ ഈ കീരിപ്പുഴു എന്നാണ് പാലക്കാടൻ ഭാഷകളിൽ പറയാം. ഓക്കെ, നിങ്ങളുടെ അവിടെ എങ്ങനെയാണെന്ന് അറിയില്ല, കുട്ടികളിലൊക്കെ നമുക്ക് മോഷൻ പോകുന്ന സമയത്ത് ജീവനോടെ പുഴു വരാറുണ്ടല്ലോ. ആ കുടലിലെ വിരകളുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, അത് എൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഇത് മാറാൻ നല്ലതാണ്. ഇത് പ്രത്യേകിച്ച് ചിലപ്പോൾ നമ്മുടെ ബൈല് വരുന്ന ഗാൽ ബ്ലാഡറിൽ നിന്ന് ബൈല് വരുന്ന ഭാഗത്ത് ഇത് പോയിട്ട് പെറ്റ് വരും. ഇത് ആക്ച്വലി ഇങ്ങനെ പെറ്റ് വരുന്ന സമയത്ത് തന്നെ വയറുവേദന തുടങ്ങിയിട്ട് കുറച്ച് ഇഷ്യൂസുകളൊക്കെ സ്ഥിരമായിട്ടുണ്ടാവും. അതേമാതിരി തന്നെ മറ്റേ മുഖത്തൊക്കെ വന്നിട്ട് ചെറിയ ചെറിയ വെള്ള നിറത്തിൽ വരും. ഇത് അതല്ലാതെയും വരും. പക്ഷെ കുട്ടികളൊക്കെ നിങ്ങൾക്ക് അങ്ങനെ കാണുകയാണെങ്കിൽ അധികം കുട്ടികളിൽ വിരശല്യം വന്നിട്ടുണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇഷ്യൂസ് മാറാനും ഈ പോയിന്റ് നല്ലതാണ്. ഈ ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ മറ്റേ ബൈൽ ഡക്റ്റിൽ ഈ വിരകൾ വന്ന് പെറ്റുപെരുകിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ മാറാൻ ഈ പോയിന്റ് വളരെ നല്ലതാണ്. ഓക്കെ, ഇതും വിൻഡിനെ ക്ലിയർ ചെയ്യുന്നു, നോസിനെ ഓപ്പൺ ചെയ്യുന്നു. അതേമാതിരി തന്നെ ഹീറ്റിനെ ക്ലിയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പോയിന്റാണ്. മോക്സ ഉപയോഗിക്കേണ്ട. എന്തെങ്കിലും സംശയം ഉണ്ടോ? നമുക്ക് ലാർജ് ഇൻഡസ്ട്രീൻ മെറീഡിയൻ കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ പിന്നെ നീഡിൽ ചെയ്യുമ്പോൾ രണ്ട് ഭാഗത്തും ചെയ്യണോ, അല്ലെ ഒരു ഭാഗം ചെയ്താൽ മതിയോ? ഒരു ഭാഗത്ത് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ, പക്ഷെ TCM പറയുന്ന സമയത്ത് ബൈലാറ്ററൽ ചെയ്യാൻ ചില പോയിന്റിനെ ഇൻസിസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാം. വേണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ രണ്ടും ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ മൂക്ക് ബ്ലോക്ക് മറ്റേ നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ മറ്റേ മുഖത്തൊരു കോടലാണ് ഉള്ളതെങ്കിൽ നിങ്ങളുടെ പ്രോട്ടോകോൾ നിങ്ങൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ്. സെയിം സൈഡ് എടുക്കുന്നു, ഓപ്പോസിറ്റ് സൈഡ് എടുക്കുന്നു എന്നുള്ളതിനാണ്. അപ്പോൾ ആദ്യം എപ്പോൾ വന്നാലും പ്രിഫർ ചെയ്യുന്നത് ഓപ്പോസിറ്റ് സൈഡിലാണ്. ഓപ്പോസിറ്റ് സൈഡിൽ ചെയ്തിട്ട് മാറ്റം വന്നില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ അടുത്ത ഏരിയനെ ഫോക്കസ് ചെയ്യണ്ടു. എപ്പോഴങ്ങനെയാണ് പറയാത്തത്, അതായത് ഒരു ഇഷ്യൂസ് ഉള്ള ഭാഗത്തിനെ, അതായത് ആൾറെഡി വന്നിട്ട് ഒരു ഭാഗത്ത് ഒരു ഇഷ്യൂസ് ഉള്ളത് കൊണ്ട്, ഓവർ ലോഡഡ് ആയത് കൊണ്ടാണ് ഒരു ഇഷ്യൂ വരുന്നത്. അപ്പോൾ അയാളെ പിന്നെയും പണിയെടുപ്പിക്കേണ്ടെന്നാണ് TCM പറയുന്നത് എപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ. ഓക്കെ, സെയിം സൈഡ് ചെയ്യുന്നതുകൊണ്ട് തെറ്റല്ല. പക്ഷെ എപ്പോഴും അവർ പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരാൾ വന്നിട്ട് വീട്ടിൽ നന്നായി അധ്വാനിച്ച് വയ്യാണ്ടിരിക്കുന്നതാണ്, അയാൾക്ക് പോയി പിന്നെയും പണി കൊടുക്കാൻ പാടുമോ? ഇല്ല. പക്ഷെ വിരശല്യം വരുമ്പോ അങ്ങനെ അല്ല, വിരശല്യത്തിന്റെ കാര്യത്തിലല്ല ഞാൻ നിങ്ങളൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഇതിന് ഏത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോഴാണ് എനിക്ക് ഉത്തരം പറയാൻ പറ്റുള്ളൂ. വിരശല്യത്തിന്റെ ചോദിച്ചത്. ഒരു പോയിന്റ് എന്ന് പറയുന്നത് കുറെ കൺസിഡറേഷനിലാണ്. ഇപ്പൊ വിരൽ ശല്യം ഉണ്ടെങ്കിൽ രണ്ട് ഭാഗത്ത് ഉപയോഗിച്ചോളൂ, കുഴപ്പമില്ല. അതാ ചോദിച്ചത്.
രണ്ട് സൈഡ് ഉപയോഗിക്കാം. ഓക്കെ. ഫേഷ്യൽ പാരാലിസിസ് ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ ഉപയോഗിച്ചാൽ മതി. അതെ, ഫസ്റ്റ് ടൈം വരുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് കഴിയുന്നതും ചെയ്യുക. എന്താ വെച്ചാൽ ആ ക്ലയന്റിന് നമ്മൾ ഫസ്റ്റ് ടൈം വരുന്ന സമയത്ത് എന്തൊക്കെയാണ് അവരുടെ ഇഷ്യൂസ് എന്താണെന്നൊന്നും നമുക്ക് അറിയില്ല അല്ലേ. അതായത് ഞാൻ ഈ ട്രീറ്റ്മെന്റ് ഞാൻ അതിന് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞല്ലോ. ഈ ലാസ്റ്റ് മിനിറ്റിൽ ഒരു ക്ലയന്റ് ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു, പരിചയമുള്ളവർ തന്നെയാണ്. സിവിയർ ആയിട്ട് കാല് ജസ്റ്റ് നടന്നു പോകുമ്പോൾ ഒന്ന് സ്ലിപ്പായതാണ്. ഓക്കെ, സ്ലിപ്പായി. അവർ എക്സ്റേ എടുത്തു, അതിനകത്ത് ഫ്രാക്ചർ ഒന്നുമില്ല. പക്ഷെ നമ്മൾ വന്ന സമയത്ത് കാല് കണ്ടപ്പോൾ വല്ലാത്ത ഒരു സംശയം തോന്നി. പക്ഷെ എക്സ്റേയിൽ ഡോക്ടർ തന്നെ എഴുതിയിട്ടുണ്ട് ഫ്രാക്ചേഴ്സ് ഒന്നുമില്ല. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നീഡിലും മറ്റുമൊക്കെ ചെയ്യാൻ തന്നെ എനിക്ക് ഭയം തോന്നി. കാരണം അത്രയേറെ ഒരാൾക്ക് കാല് സ്ലിപ്പായാൽ നമുക്ക് അത്രയൊന്നും പെയിൻ വരത്തില്ല, അവിടുത്തെ കളർ ചേഞ്ചസ് ഒന്നും പെട്ടെന്ന് വരത്തില്ല. ചെറുതായിട്ട് ഒരു ഭാഗത്ത് മാത്രം പെർട്ടിക്കുലറായിട്ട് ഒരു നീര് വരും, അതല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവാറുള്ളൂ. പക്ഷേ ഇത് കണ്ട സമയത്ത് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ആകാത്തതുകൊണ്ട് ഞാൻ ക്ലയൻറ്റിനോട് പറഞ്ഞു, നിങ്ങൾ വേറൊരു ഡോക്ടറിനും കൂടെ പോയി കാണിക്കുമെന്ന് പറഞ്ഞു. അവരും പോയി, അവരും ഒരു എക്സ്റേ എടുപ്പിച്ചു, ഫ്രാക്ചേഴ്സ് ഒന്നുമില്ല. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെയും വന്നു. പക്ഷെ ഞാൻ പറഞ്ഞു, ഇത് എന്നെ കൊണ്ട് ഒക്കൂല കേട്ടോ, നിങ്ങൾ വേറെ അലോപ്പതിയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പൊക്കോളൂ എന്ന് പറഞ്ഞു വിട്ടു. കാരണം നമ്മൾ ആ ക്ലയൻറ്റിൻ്റെ കാല് കണ്ടിട്ടും അവരെ തൊടുന്ന സമയത്തുള്ള ഫീലിലും നമുക്ക് എന്താ പറയുക, മേ ബി എന്താ പറയുക, ഒന്നില്ലെങ്കിൽ നമുക്കുള്ള ഭയമായിരിക്കാം, അല്ലെങ്കിൽ അറിവില്ലായ്മയായിരിക്കാം, ഞാൻ ക്ലയൻറ്റിനോട് തൊടാൻ തോന്നിയില്ല. എന്നിട്ട് അവർ ഒരു മാസം ആ ഡോക്ടർ പറഞ്ഞ പോലെയൊക്കെ ചെയ്ത് പിന്നെ എടുത്തപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ ഇതിൻ്റെ കാണാത്ത രീതിയിൽ ഒരു ഭാഗത്ത് ചെറിയൊരു ഹെയർ ലൈൻ ക്രാക്കും ഉണ്ടായിരുന്നു, അവിടുത്തെ ടെൻഡനും പൊട്ടിയിട്ടുണ്ടായിരുന്നു. മനസ്സിലാവണ്ടോ പറഞ്ഞു വരുന്നത്? പൊതുവെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പൊതുവെ ട്വിസ്റ്റായിട്ട് വരികയാണെങ്കിൽ ഞാൻ ഓപ്പോസിറ്റ് സൈഡിൽ GB നമ്പർ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരില്ല, നമ്മുടെ ആംഗിളിൻ്റെ അവിടെ വരുന്ന GB പോയിന്റ്സ് ഉണ്ടല്ലോ, അതായത് LIV 3യുടെ ലിവർ 3യുടെ നേരെ ഭാഗത്ത് വരുന്ന ഗാൽ ബ്ലാഡർ മെറീഡിയൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് റിലീസ് ആവും. GB 41. ഓക്കെ, നമ്പർ ഇത്തിരി ഞാൻ വീക്ക്നെസ് ഉള്ള ആളാണ് കേട്ടോ. ഓക്കെ, സോ അവിടെ സാധാരണ ഓപ്പോസിറ്റ് സൈഡ് കാലിലാണ് ഞാൻ എപ്പോഴും വന്നിട്ട് മസാജ് ചെയ്യാം. എന്തുകൊണ്ടാണ് ആ ഭാഗത്ത് ഞാൻ പ്രിഫർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കാലിനകത്ത് ലോവർ എക്സ്ട്രിമിറ്റീസിൽ എന്ത് ഇഷ്യൂസ് വരികയാണെങ്കിലും നിങ്ങളുടെ ഇടുപ്പ് സ്ട്രെങ്ത് ആണെങ്കിൽ അവിടെ ആ ഇഷ്യൂ പെട്ടെന്ന് ഓവർകം ആവും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നടക്കുമ്പോഴേക്കും ചെറുതായിട്ട് കാല് ട്വിസ്റ്റ് ആവണു, മറ്റേ കാലിൽ ഒരു ഇത് വരുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് വന്നിട്ട് സയാറ്റിക്ക പെയിൻ്റെയോ അല്ലെങ്കിൽ വെരിക്കോസ് വെയിൻ്റെയോ എന്തിൻ്റെ തന്നെ ഇഷ്യൂസ് നിങ്ങൾക്ക് ലോവർ എക്സ്ട്രീമിറ്റീസിൽ വരുന്നുണ്ടെങ്കിൽ, ഐദർ അൺലെസ് എന്തെങ്കിലും ഒരു ഫോഴ്സ്ഫുള്ളായിട്ടുള്ള ഇടി ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഒരാൾ വന്നിട്ട് നിങ്ങളുടെ മേലെ വീണു, അല്ലെങ്കിൽ നിങ്ങൾ വണ്ടിയിൽ പോകുമ്പോൾ വീണു, അല്ലെങ്കിൽ വേറൊരു വണ്ടി വന്ന് ഇടിച്ചു, അങ്ങനെ ഫിസിക്കലായിട്ട് ഫോഴ്സ്ഫുള്ളി എന്തെങ്കിലും സംഭവിക്കാതെ നിങ്ങൾക്ക് ചെറുതായിട്ടൊരു പ്രോബ്ലം വരുമ്പോഴേക്കും തന്നെ നിങ്ങളുടെ ലോവർ എക്സ്ട്രിമിറ്റീസിൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഒരു ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളുക, നിങ്ങളുടെ ഇടുപ്പ് വീക്ക്നെസ് ആണ്. അത് ലുംബാർ ഏരിയയിൽ വീക്ക്നെസ് ഉണ്ട്, വാട്ടർ ഇംബാലൻസ് ആണത് മെയിനായിട്ട്. ഓക്കെ, അത് വന്നിട്ട് ഒന്നില്ലെങ്കിൽ കംപ്രഷൻ ആവാം, അല്ലെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ആകാം. അപ്പം നിങ്ങളുടെ ഇടുപ്പും കൂടെ സ്ട്രെങ്ത് ആക്കാണ്ട് ആ ഇഷ്യൂസിനെ മുഴുവനാക്കാൻ പറ്റില്ല. അപ്പോൾ GB 41 എന്ന് പറയുന്നത് അക്യുപഞ്ചറിൽ നമുക്ക് വന്നിട്ട് സയാറ്റിക്ക പെയിനിനോ അല്ലെങ്കിൽ ഡോർസം ഏരിയയിൽ ഉണ്ടാവുന്ന പെയിനിനും ബാക്കി വേറെ 1-2 ഇഷ്യൂസിനാണ് പറയുക. പക്ഷേ ഈ ഏരിയ നിങ്ങളുടെ ഇടുപ്പുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടുമിക്ക ആളുകൾക്കും തെറാപ്പി ചെയ്യുന്ന സമയത്ത് ഞാൻ ഫോക്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. കാരണം ഇന്ന് വരുന്ന ക്ലയൻറ്റുകളിൽ 99.99% ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഇടുപ്പ് വീക്കാണ്, അല്ലെങ്കിൽ ലുംബാർ ഏരിയ വീക്കാണ്. അവരുടെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് മെയിൻ റീസൺ. ഒന്നില്ലെങ്കിൽ മുഴുവൻ സമയം ഇരുത്തായിരിക്കും, അതല്ലെങ്കിൽ മുഴുവൻ സമയത്ത് നിന്നിട്ടില്ല, അതായത് പ്രോപ്പറായിട്ടല്ല ഇടുപ്പിനെ കെയർ ചെയ്യുന്നത്. അതിൽ കഴിഞ്ഞ് നമുക്ക് ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരുപാട് റീസൺ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഒട്ടുമിക്ക ആളുകൾക്കും ഇന്ന് നമുക്ക് ഇടുപ്പിന് താഴെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും. ഇടുപ്പ് തൊട്ട് അങ്ങോട്ട് താഴെ 99.9% ആളുകൾക്കും ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ എപ്പോഴും വന്നിട്ട് ഒരു ക്ലയൻറ്റ് വരുമ്പോൾ അവർ പറഞ്ഞാലും ഇല്ലെങ്കിലും ഇടുപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും നിങ്ങൾ ഇട്ട് കൊടുക്കുക. അതിനകത്തുള്ള എന്താ പറയുക, നമ്മൾ പറയുന്ന ചീക്കെങ്കിലും ഹാപ്പിനെസ് വരും. ഓക്കെ,
സാർ ലംബാർ വീക്ക് വരുന്ന ആളുകളെ വന്നു കഴിഞ്ഞാൽ അവിടെ കഴുത്തൊന്ന് റൈറ്റ് മെല്ലെ ഒന്ന് തിരിക്കാൻ ഷോൾഡർ വരെ തിരിക്കാൻ പറഞ്ഞാൽ മതി. അതായത് ഒരു മിക്ക ആൾക്കാർക്കും ലംബാർ വീക്ക് വരുന്നത് കഴുത്തിലെ സെർവിക്കലുമായി ബന്ധപ്പെട്ടിട്ടാണ് കൂടുതൽ ഇത് വരുന്നത്, അവിടുത്തെ പ്രശ്നങ്ങൾ വരുന്നത്. അതായത് വന്നു കഴിഞ്ഞിട്ട് അവരോട് ഇരുന്നിട്ട് എൽ ടൈപ്പിൽ ഇരുന്നിട്ട് ലെഫ്റ്റ് സൈഡിലോട്ടോ റൈറ്റ് സൈഡിലോട്ടോ രണ്ട് ഭാഗത്തെ ഷോൾഡർ ഭാഗത്ത് മെല്ലെ തിരിക്കാൻ പറയാം. അപ്പൊ ഏതെങ്കിലും ഒരു ഭാഗത്ത് തിരിക്കുമ്പോ അവർക്ക് കഴുത്തിന്റെ വേദന ഉണ്ടാവും. അപ്പോ ബോൺ സെറ്റിങ്ങോ അല്ലെങ്കിൽ മറ്റേ കയറോയോ അല്ലെങ്കിൽ ബാറ്റോ പഠിച്ച ആൾക്കാരെങ്കിൽ സിമ്പിൾ ആയിട്ട് അത് ക്ലിയർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആക്കി കഴിഞ്ഞാൽ വേദന മാറും. പക്ഷെ എന്റെ എക്സ്പീരിയൻസ് നേരെ തിരിച്ചാ. ലുംബാർ വീക്ക് ആകുന്ന ആളുകൾക്കാണ് ഒത്തിരി പ്രശ്നം വരിക. ഇവര് കൂടുതൽ ഈ മൊബൈൽ അല്ലെങ്കിൽ ഡ്രൈവിങ് അല്ലെങ്കിൽ സിസ്റ്റം ഇങ്ങനെ ഉപയോഗിച്ചിട്ട് കഴുത്ത് വളഞ്ഞിട്ട് കഴുത്തിന്റെ കർവ് നഷ്ടപ്പെട്ടിട്ട് അവർക്ക് തൊറാസിക്കില് കൈഫോസിസ് രൂപപ്പെടും. കൈഫോസിസിന്റെ കാലത്തെ കംപ്രഷൻ കാരണമായിട്ട് ലംബാർ ഭാഗത്ത് വെർട്ടിബ്ര ബലം കുറയും. സാറ് പറഞ്ഞത് ഞാൻ എഗ്രിയാണ്, 100% എഗ്രിയാണ്. പക്ഷെ ഞാൻ ഡോൺ ആണ് ചെയ്യാറ്. എന്റെ അണ്ടർസ്റ്റാൻഡിങ് അല്ല, എന്റെ ഗുരു പറഞ്ഞ അണ്ടർസ്റ്റാൻഡിങ്ങില് ലോവർ ലോവർ ബാക്ക് വീക്കായി കഴിഞ്ഞാല് അതിന്റെ റിഫ്ലക്ഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ലുംബാറിൽ വരുന്നതെന്നാ പറയണത്. അപ്പൊ ഒരു കഴുത്തിലൊരു ഇഷ്യൂ വരണ മുമ്പേ അവിടെ ലുംബാർ വീക്കായിരിക്കും പറയണത്. ജമീല മാം പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. അതായത് പെൽവിക് ഏരിയയിൽ വീക്കാണ് ഉദ്ദേശിക്കുന്നത്. ഈ സമയത്ത് പെൽവിക് ഏരിയയില് ഇതുണ്ടാവും, അൺബാലൻസ് ഉണ്ടാവും. നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ ഇടുപ്പെന്ന് പറയുമ്പോ ലുംബാറും പെൽവിക് ഒക്കെ വരും. അതിൽ എസ്പെഷ്യലി ലുംബാർ വീക്കാവും. ലുംബാർ വീക്കാവുന്ന സമയത്ത് പെൽവിക്കിലേക്ക് അതിന്റെ ലോഡ് വരും. അത് നിങ്ങളെ സെർവിക്കലില് ബാധിക്കും. അതേ സമയത്ത് ലുംബാർ വീക്കായിട്ട് അയാളുടെ ബാക്കിയുള്ള മറ്റേ പ്രോപ്പറായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അത് ചിലപ്പോൾ മറ്റേ സെർവിക്കലിൽ എഫക്റ്റ് കാണാറുമില്ല. അപ്പോൾ അബ്ദുൽ ഖാദർ സാർ പറഞ്ഞതിനോട് ഞാൻ 100% എഗ്രി ചെയ്യുന്നു. പക്ഷെ ഒറ്റ കാര്യത്തിൽ മാത്രം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയത് ലുംബാർ വീക്കാകുമ്പോഴാണ് സെർവിക്കലിന് എഫക്റ്റ് വരുന്നത്. അല്ലാണ്ട് സെർവിക്കലിന്റെ വീക്ക് അല്ല ലുംബാറിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. മേ ബി വൈസ് വേഴ്സ വരാം. അബ്ദുൽ ഖാദർ സാർ പറഞ്ഞത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. അത് കാരണം എന്താണെന്ന് വെച്ചാല് നമ്മുടെ സ്പൈനൽ കോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അറ്റ്ലസ് ഭാഗത്ത് സാറേ. അതെ, ഭാഗത്തുനിന്ന് വരുന്ന അവിടുന്ന് വരുന്ന സെർവിക്കൽ ഭാഗത്തെ സ്കോളിയാസിസോ ലോഡോസിസോ അല്ലെങ്കിൽ സ്ട്രൈറ്റനോ അവിടെ വരുന്ന കംപ്രഷൻ നമുക്ക് എന്ത് ചെയ്യും, തൊറാസിക്കൽ ആദ്യം ബാധിക്കും. തൊറാസിക്കല് 7-8 ഭാഗത്ത് ബാധിക്കും. അതായത് പുറംവേദന സ്റ്റാർട്ട് ചെയ്യുന്ന അർത്ഥം. പുറംവേദന സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ കംപ്രഷൻ ആവും. ആ ഭാഗത്ത് ആ വളവ് ആ വരുന്ന കർവ് അവിടെ ഉണ്ടാവുന്ന കൈഫോസിസ് ലംബാർ ഭാഗത്ത് എന്ത് ചെയ്യും, ഉണ്ടാക്കും. അവിടേക്ക് ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു വരും. അങ്ങനെ സമയത്ത് ഈ ലംബാർ ഭാഗത്ത് ചെറിയൊരു സ്കോളിയോസിസ് രൂപപ്പെടും. ആ സമയത്ത് സാർ തൊട്ട് നോക്കിയാൽ മതി, മറ്റേ പെൽവിക്കിന്റെ ഭാഗത്തെ മേൽഭാഗത്ത് 2 എല്ലുകളും തമ്മിൽ ടച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് പെയിൻ കൂടുതലായിരിക്കും. സാർ ഇനി നെക്സ്റ്റ് ഒരു പേഷ്യന്റ് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം കഴുത്തൊന്ന്. ഞാൻ സാറ് പറഞ്ഞ എല്ലാ കാര്യത്തിനോടും എഗ്രിയാണ്, ഈ ഒരു കാര്യത്തിനൊഴിച്ച്. കാരണം സാറ് പറയുന്നത് മറ്റേ സെർവിക്കൽ ഇഷ്യൂസ് ആണ് ലുംബാറിന് റിഫ്ലക്ട് ചെയ്യുന്നത് എന്ന് പറയുന്നു. ഞാൻ നേരെ തിരിച്ചാ പറയുന്നത്, ലുംബാറിനെ സെർവിക്കൽ എഫക്ട് ചെയ്യുന്നു. കാരണം ഞാൻ എൻ്റെ മെയിൻ മറ്റേ അക്യുപഞ്ചറും ഡോണും ആണ് ഞാൻ ചെയ്യാറ്. എന്റെ എക്സ്പീരിയൻസ് ഞാൻ ജസ്റ്റ് അതിനകത്ത് ഞാൻ മനസ്സിലാക്കിയത് ലുംബാറാണ് അവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്, സെർവിക്കൽ അല്ല എന്നാണ്. പക്ഷെ സാർ പറഞ്ഞതിനോട് ഒരിക്കലും വന്നിട്ട് തെറ്റാണെന്ന് പറയുന്നില്ല. 90% ലേഡീസിനും ലംബാറിലാണ് പ്രശ്നം വരുന്നത്. അങ്ങനെയല്ല, ജസ്റ്റ് ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞു. സാർ പറഞ്ഞതിന് ഞാൻ ഒരിക്കലും തെറ്റാണെന്ന് പറയില്ല. കാരണം സാറുടെ എക്സ്പീരിയൻസും സാർക്ക് ഇമ്പോർട്ടന്റ് ആണല്ലോ. നടുവേദന. അപ്പൊ താങ്ക് യു സാർ. ഞാന് ഈ ബാക്ക് പെയിൻ ആയിട്ട് വരുന്ന പേഷ്യൻസിനെ ആദ്യം നോക്കിയിരുന്നില്ല.
പക്ഷെ ഇവിടെ ഹോസ്പിറ്റലിൽ ലംബാറിന്റെ പെയിൻ വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ ഒരു വന്നപ്പോഴും അവർ ഒരാഴ്ച എമർജൻസി ഇതായിട്ട് അവിടെ ICU പോലെ കിടത്തിയിരുന്നു അവര് വേദനക്ക് ഇഞ്ചക്ഷൻ ചെയ്തിട്ട്. അങ്ങനെ അവിടുന്ന് അവർ ഡിസ്ചാർജ് ആയിട്ട് എമർജൻസിയിൽ നാട്ടിൽ കൊണ്ടുപോകാൻ നിൽക്കുന്ന സമയത്താണ് ഒരാൾ പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വിട്ടു. അങ്ങനെ അവിടുന്ന് ഈ ഇഞ്ചക്ഷൻ അവർക്ക് ബ്രൂഫിൻ കൊടുത്ത് വിട്ടിരിക്കായിരുന്നു വേദന കുറക്കാൻ വേണ്ടി അറിയാണ്ടിരിക്കാൻ വേണ്ടിട്ട്. അങ്ങനെ ഒരാഴ്ചത്തെ ഇഞ്ചക്ഷൻ ഇവർക്ക് എന്താ ചെയ്ത് വലത് കാലിന്റെ ഈ സ്പർശനം പോലും ഇല്ലാതായി മാറി. അങ്ങനെയാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. വണ്ടിയിൽ നിന്ന് നമ്മുടെ റൂമിലേക്ക് എത്താൻ 45 മിനിറ്റ് പിടിച്ചു, രണ്ടുപേര് തോളത്ത് കൈ വെച്ചിട്ട്. ഇവിടെ അപ്പൊ അവര് MRI സ്കാനൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ലംബാർ ഭാഗത്ത് L4 L5 സാക്രം 1 ഭാഗത്ത് ചെറിയൊരു ബൾജിങ് ഉണ്ട്. അങ്ങനെ അവരെ കെടുത്തി ഞാൻ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് ഒന്ന് കാലിന്റെ ഈ ഉപ്പുറ്റി അളവ് വ്യത്യാസം ഉണ്ട്. ഒന്ന് കഴുത്തിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഞാൻ തിരിച്ചു നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് തല തിരി. അങ്ങനെ കഴുത്ത് ശരിയാക്കി നോക്കിയപ്പോൾ ഇവരെ കാല് ആ സ്പർശനം ശരിയായി, കാല് കുഴഞ്ഞു പോയതുപോലെ കിട്ടി. അതോടുകൂടി ബാക്ക് പെയിന് വളരെ കുറഞ്ഞു. സന്തോഷം. സാറെ പൽവിക്ക് ടെറ്റ്ലിംഗ് ചെയ്താൽ തന്നെ ഒരുവിധമല്ല പിന്നെ നമ്മളെ കഴുത്തൊക്കെ ശരിയാവും. അതുകൊണ്ട് അതിനുശേഷമാണ് ഞാൻ എന്ത് ചെയ്തത് ഈ രീതിയിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയല്ലേ. ഞാൻ ഇപ്പൊ ഞാൻ ചെയ്യുന്നില്ല, എന്നാലും ചെയ്യുന്ന പേഷ്യൻസിന് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും എമർജൻസിക്ക് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ ഈ കാര്യം ഒബ്സർവ് ചെയ്യാം. എന്നിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം ക്ലാസ്സുകളിൽ. സാറേ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ സാറ് പോലെ വിരശല്യത്തിന് LI20 എന്ന് പറയുമ്പോൾ ഒരു തവണ ചെയ്താൽ മതിയോ? അല്ല വിരശല്യം എന്ന് പറഞ്ഞാൽ നമ്മള് പണ്ടൊക്കെ വിരശല്യത്തിന് വയറ്റിന് വേറെലൊക്കെ അല്ലേ ചെയ്യല്? അത് തന്നെയാണ് ഇപ്പോൾ കടുക്ക എന്ന് പറയും. ഇവിടെ പാലക്കാടൻ സൈഡിലൊക്കെ കടുക്ക എന്ന് പറയും. നിങ്ങൾ എന്താ പറയാ, അതാണ് കലക്കി കൊടുക്കുക. ഒരു 3 days കൊടുക്കുകയാണ് പതിവ്. അതേ ഫലം തന്നെയാണോ ഈ LI20 ചെയ്താലും? പക്ഷെ ഇതിന് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ TCM പറയുന്നുണ്ട് ഇങ്ങനെ. അപ്പൊ ഇത് ഒരു തവണ ചെയ്താൽ തന്നെ 2-3 ദിവസത്തേക്ക് നന്നായിട്ട് 3-4 ദിവസം ചെയ്ത് നോക്കിയിട്ട് ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ഞാൻ ഇതിന് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടില്ല കേട്ടോ. അതേമാതിരി തന്നെ TCM പറയുന്നത് കേടുവന്ന പല്ലുകൾ ഫർദറായി കേടുവരാതിരിക്കാനൊക്കെ പോയിന്റ് ഉണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. സാർ അന്ന് പറഞ്ഞ TW6 ഇല്ലടാ, അത് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടായിരുന്നു. സാർ പറഞ്ഞ ചെയ്തോക്കാണ്. എന്തിനായിരുന്നു ഞാൻ പറഞ്ഞ? കോൺസ്റ്റിപ്പേഷൻ. നല്ല വ്യത്യാസം വരും. നല്ല വ്യത്യാസം ഉണ്ട്. അത് അന്നേരമല്ല, 2 മണിക്കൂർ കഴിഞ്ഞിട്ട്. അപ്പൊ നല്ല ഇതുണ്ടേനു. ഞങ്ങള് സാധാരണ വന്നിട്ട് സുജോക്ക് നീഡിലിനെയോ അല്ലെങ്കിൽ ആഫ്ചൂ നീഡിലിനെയോ സ്ലാൻഡിങ്ങിൽ ഇട്ടിട്ട് ടേപ്പ് ഒട്ടിച്ച് വിടുകയും ചെയ്യുക. സിവിയർ ആയിട്ടുള്ള ആളുകൾക്ക് രാത്രി ഒട്ടിച്ചിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കളയാൻ പറയും. പിറ്റേ ദിവസം നന്നായി പോവാറുണ്ട്. സാറ് പൊതുവെ രാത്രി അങ്ങനെ ചെയ്യാൻ പാടില്ല, കാരണം ഓർഗൻസ് റെസ്റ്റ് എടുക്കുന്ന സമയാന്ന് പറയുന്നത് ശരിയാണോ? ഓർഗൻ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇല്ല അവിടെ. അല്ല, പൊതുവെ അവർക്കൊരു റെസ്റ്റിന്റെ സമയം, ആ സമയത്ത് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പാടില്ല എന്നങ്ങനെ പറയുന്നത്, ഒട്ടിച്ചു വിടാൻ പാടില്ല എന്നല്ലോ. അത് അങ്ങനല്ല. ഇപ്പൊ ഇതിനകത്ത് കുറെ ലോജിക്കൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് ലോജിക്കൽ അപ്ലൈ ആവുന്നോ അത് നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുമെന്നേ ഞാൻ പറയത്തുള്ളൂ. എന്താ വെച്ചാല് ഇപ്പൊ ഞാൻ പറയാം, ഞാൻ ഇത്രയും ദിവസം ഇല്ല, ഇപ്പൊ നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് സംസാരിച്ചത് നോക്കി. ഞാൻ പറഞ്ഞു ലോവർ ബാക്ക് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അപ്പർ തൊറാസിക്കിലോ സെർവിക്കിലോ എഫക്റ്റ് ആവുന്നു. ഇപ്പൊ അബ്ദുൽ ഖാദർ സാറുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? സെർവിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ലോവർ ബാക്കിലേക്ക് എഫക്ട് ചെയ്യും. രണ്ടും ചെറിയ മാറ്റമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ മോസ്റ്റ്ലി അത് ഒരു എന്നാലും നമുക്കതൊരു എക്സ്പീരിയൻസ് അല്ലേ, പുതിയതല്ലേ. അപ്പൊ അതുകൊണ്ട് ഓരോരുത്തർക്കും ഇത്, കാരണം മറ്റെന്താ പറയുക, ദാഹിക്കുമ്പോൾ ഏത് വെള്ളം കുടിക്കണം എന്ന് ചോദിക്കുന്നത് പോലെയാണ്. പച്ചവെള്ളം കുടിക്കണോ ചുടുവെള്ളം കുടിക്കണോ എന്ന്. നാച്ചുറോപ്പതിക്കാർ ചുടുവെള്ളം കുടിക്കണ്ടെന്ന് പറയും. നമ്മൾ പച്ചവെള്ളം കുടിച്ചാൽ നമുക്ക് ജലദോഷം വരുമെന്ന് പറയും. അപ്പോൾ ഇതൊരു കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഓർഗൻ റെസ്റ്റ് എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹാർട്ടൊക്കെ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നീഡിലിടേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അല്ല, അവർ പറയുന്ന വെച്ചാൽ ബോഡി ആ സമയത്ത് റെസ്റ്റ് അല്ല, രാത്രി കിടന്ന സമയത്ത് ആ സമയത്ത് നമ്മൾ ഓർഗന് പണി കൊടുക്കാൻ പാടില്ല എന്നങ്ങനെ പറയുന്നത്. അത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. അല്ല, നിങ്ങൾ രണ്ടും ചെയ്ത് നോക്കൂ. നമ്മൾ എല്ലാ ക്ലയന്റിനെയും അങ്ങനെ ചെയ്യുന്നില്ല. സിവിയർ ആയിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ, അതായത് ഒരാഴ്ചയോളം ഒക്കെ ആയാലും മോഷൻ പോകാതെ
എന്തെങ്കിലും മരുന്ന് കഴിച്ചാലേ പോകുള്ളൂ, അല്ലെങ്കിൽ എനിമി എടുത്താലേ പോകുള്ളൂ, അങ്ങനെയുള്ള കേസസിലൊക്കെയാണ് നമ്മൾ അങ്ങനെ മറ്റേ നൈറ്റ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ അഡിക്ഷൻ റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ നമുക്ക് മറ്റേ എന്താ പറയുക, വെള്ളമടിക്കാനുള്ള ടെൻഡൻസി, അല്ലെങ്കിൽ ഓവറായിട്ട് കാഫിയോടോ ഇതിനൊക്കെ ഒരുപാട് അഗ്രിവേഷൻ ഉള്ളവർക്കൊക്കെ ഇടുന്ന സമയത്ത് നമ്മൾ കഴിയുന്നതും 2 hours എങ്കിലും നീഡിൽ ഇടണം എന്നാണ് പറയണത്. TCM തന്നെ അല്ലെങ്കിൽ ഓറിക്കോറിലൊക്കെ തന്നെ 2 hours എങ്കിലും മിനിമം ഇടണം എന്നാണ് പറയണത്. സാർ ഈ TCM-ല് 2 hours എങ്ങനെയാണ് പിടിച്ച് നിർത്തുക? ആ നീഡില് ഒട്ടിച്ചാ നിൽക്കുവോ ഏത് നീഡില് 2 hours? ഇല്ല, എന്തിനാ ഒട്ടിച്ച് വെക്കണ? 2 hours ക്ലയന്റിന് റെസ്റ്റ് കൊടുപ്പിക്കും. വീട്ടിലാണ് നമ്മൾ ചെയ്യണമെങ്കിൽ, അല്ല ഓഫീസിലാണ് ക്ലിനിക്കിലാണ് ചെയ്യണമെങ്കിൽ അവരോട് പറയും. അടുത്തുള്ള ക്ലയന്റ് ആണെങ്കിൽ സാർ ഞങ്ങൾ വീട്ടിൽ പൊക്കോട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ ചില സമയത്ത് പറഞ്ഞാൽ പറയുന്ന പോലെ കേൾക്കുന്ന ക്ലയന്റ് ആണെങ്കിൽ പൊക്കോട്ടെ എന്ന് പറയും, അല്ലെങ്കിൽ ഇവിടെ തന്നെ കിടക്കാൻ പറയും. ഓക്കെ. അതേമാതിരി തന്നെ സ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ട് ഏത് തെറാപ്പി ചെയ്താലും കുറച്ചു നേരം അവരെ കടത്തിക്കുന്നത് റിസൾട്ട് കിട്ടാൻ കൂടുതൽ നല്ലതാണ്. നിങ്ങൾ നീഡിൽ ചെയ്യുന്ന സമയത്ത് ഇരുത്തി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ റിസൾട്ടാണ് കിടത്തി ചെയ്യുമ്പോൾ. അത് നിങ്ങൾ വരുന്ന ക്ലയന്റിനെ നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട്, ഞങ്ങൾക്ക് ഇപ്പോൾ അബ്ദുൽ ഖാദർ സാർ പറയുന്ന പോലെ നിങ്ങൾ പറഞ്ഞുതരാം ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ റിസൾട്ട് കിട്ടും, അതല്ലേ നല്ലത്. സ്വയം പഠിക്കുക. സാർ ഞാൻ പറഞ്ഞാ സാർ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞതാണ് സാർ. പറയണം സാർ, ഇങ്ങനെയുള്ളത് പറയണം. എന്താ വെച്ചാല് മറ്റേ ഞാനൊരു മാസ്റ്റർ ഒന്നും അല്ല, ഞാൻ ജസ്റ്റ് നിങ്ങളെക്കാളും മേ ബി 1 കൊല്ലം 2 കൊല്ലം മുമ്പോ പഠിച്ചിട്ടുണ്ടാവാം. പക്ഷെ ഇപ്പോഴും ഞാൻ പറയാണ്, ഞാൻ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും എൻ്റെ സ്റ്റുഡൻസിൻ്റെ അത്ര പേഷ്യൻസിനെ നോക്കിയിട്ടുള്ള പരിചയം എനിക്കില്ല. ഓക്കെ. നേരത്തെ ജമീല മാം പറഞ്ഞ സംശയം, നമുക്ക് ലിവറിന്റെയും കാർബേറിന്റെയും സമയമാണല്ലോ 11 മണി മുതൽ 3 മണി വരെ സമയം അല്ലെ? ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ വർക്ക്ഷോപ്പ് ടൈം എന്നല്ലേ പറയാ അതിന്? അതെ. അതായത് ടൈമിൽ മറ്റു പണി കൊടുക്കാൻ പാടില്ലെന്ന് പറയുന്നത്. മറ്റു പണി കൊടുക്കാൻ പാടില്ല. എന്ത് പണി കൊടുക്കാൻ പാടില്ല? അതായത് നിങ്ങൾ ആഹാരം കഴിച്ചിട്ട് ദഹനത്തിന്റെ സമയം കഴിഞ്ഞിരിക്കണം. ആ സമയത്ത് ആഹാരം കഴിക്കരുത്. ആ സമയത്ത് ബാക്കിയുള്ള ഓർഗൻസിനൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് മൊത്തത്തിൽ ഐഡിയൽ ആക്കണം. ആ സമയത്ത് ലിവർ എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് പ്രൊഡ്യൂസസ് ബൈൽ. ഓക്കെ. ലിവർ ഏറ്റവും കൂടുതൽ ബൈൽ ഉണ്ടാക്കുന്നത് നമ്മൾ ഈ 11 മണിക്കും ഈ ലിവറിന്റെ ടൈം ഉണ്ടല്ലോ 11 to 3 o'clock ഉള്ളിലാണ് ഏറ്റവും കൂടുതൽ ബൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ടോക്സിക് എലിമിനേഷന് വേണ്ടി സഹായിക്കുകയും, അതേമാതിരി തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് എപ്പോഴും വന്നിട്ട് ചെറിയ ചെറിയ വ്രണങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകുന്നതൊക്കെ വന്നിട്ട് പാച്ച് ഔട്ട് ചെയ്യുന്നതൊക്കെ വന്നിട്ട് ഈ സമയങ്ങളിലാണ്. ആ സമയത്ത് അതിനാണ് ലോഡ് കൊടുക്കാണ്ടിരിക്കേണ്ടത്. അതല്ലാണ്ട് സർക്കുലേഷൻ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ഓക്കെ. ഞാൻ എന്റെ അറിവാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് മറ്റേ ആ 11 മണി ആകുമ്പോഴേക്കും നിങ്ങൾ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയിരിക്കണം. വയറ്റിനകത്ത് ദഹന പ്രക്രിയ മുഴുവനായിട്ട് കഴിഞ്ഞിരിക്കണം. ഈ രാത്രി 11 മണിക്ക് പോയി ഫുട്ബോൾ കളിക്കുക, മറ്റേ രാത്രി 11 മണിക്ക് പോയിട്ട് ഹെവി ഫുഡ് കഴിക്കുക, ഇതൊക്കെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത്. ലിവറിന് റെസ്റ്റ് കൊടുക്കേണ്ടത്. അതേ സമയത്ത് നമ്മൾ ഉറങ്ങണം. എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അടുക്കളയിലെ വാറാല തട്ടാനോ അല്ലെങ്കിൽ വാറാല പെയിന്റ് ചെയ്യാനോ കിച്ചൺ പെയിന്റ് ചെയ്യാനോ പറ്റുമോ? ഇല്ല, പറ്റൂല. അതേപോലെയുള്ള പ്രോസസ്സാണ് നമ്മുടെ ശരീരത്തിന് നടക്കേണ്ടത്. അപ്പൊ എന്തൊക്കെയാ ചെയ്യാൻ പാടില്ലാത്തത് വെച്ചാൽ, ദഹനം എന്നുള്ള പ്രക്രിയ നടക്കരുത്. ഓക്കെ. ബാക്കിയുള്ളവർ പോയി അവിടെ ശല്യം ചെയ്യരുത്. അതൊക്കെയാണ് ചെയ്യാണ്ടിരിക്കേണ്ടത്. ഫംഗ്ഷനോ ഡൈജഷനോ ആ സമയത്ത് പാടില്ല എന്ന് മാത്രം. പാടില്ല. എന്റെ കൺസെപ്റ്റാണ് ഞാൻ പറഞ്ഞത്. അത് തന്നെയാണ് നമ്മൾ പറയാറുള്ളത് അവരോടും. സാധാരണ സമയത്ത് ആ സമയത്ത് നമ്മൾ ഓർഗൻ ആക്റ്റീവ് ആക്കുക ചെയ്തില്ല, എനർജിയെ കൂട്ടി കൊടുക്കുകയാണല്ലോ ചെയ്യുന്നത് ഒരു രോഗിക്കാണെങ്കിൽ. അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് സുഖം കുറച്ചുകൂടി എളുപ്പമാവുമെന്ന് എനിക്ക് തോന്നുന്നത് ആ സമയത്ത് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ മെറ്റൽ എലമെന്റ് ക്ലോസ് ആവാണ്. ഇപ്പൊ എന്നിട്ട് തന്നെ നമ്മൾ ഇന്ന് 3 പോയിന്റ് കൊണ്ട് 3/4 മണിക്കൂർ സമയം നമ്മൾ കളഞ്ഞു വന്നു. അപ്പോൾ എർത്ത് എലമെന്റ് നമുക്ക് നാളെ തുടങ്ങാം, അടുത്ത ആഴ്ച. ഓക്കെ. മെറ്റൽ എലമെന്റ് എന്ന് പറയുന്നതിന് മാത്രം ഞാൻ ഇങ്ങനെ ഒരു ഷോർട്ട് നോട്ട് ഇടുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പൊ നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് ഫുൾ ഓഫ് എലമെന്റ്സ് ആണ്. അതേമാതിരി നമ്മുടെ ശരീരം വന്നിട്ട് മുഴുവനും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ എലമെന്റ് കൊണ്ടാണ്. അപ്പൊ ഈ എലമെന്റിന്റെ ബാലൻസിങ് വന്നിട്ട് വളരെയേറെ പ്രാധാന്യമാണ്. നമ്മളിപ്പോൾ വന്നിട്ട് സോഡിയം, പൊട്ടാസ്യം, ഇതൊക്കെ തന്നെ എലമെന്റിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ.
നമ്മുടെ ശരീരത്തിലെ ബ്ലഡിലാണ് ഇത് നമുക്ക് കൂടുതൽ അറിയുന്നത്. ഈ എലമെന്റുകളെല്ലാം തന്നെ കറക്റ്റായിട്ട് ഇരിക്കണം, എങ്കിൽ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കും. നമ്മളുടെ ബ്രീത്തിങ് ആണ് നമ്മളുടെ ജീവൻ നിലനിർത്തുന്നതിൽ ഏറ്റവുമായിട്ട് ഇമ്പോർട്ടൻ്റ്. നമ്മൾ ജനിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെയേറെ എന്താ പറയുക, നിങ്ങൾക്ക് ആഹാരമില്ലാതെ കുറേ ദിവസം ജീവിക്കാൻ പറ്റും, വെള്ളമില്ലാണ്ട് കുറേ ദിവസം ജീവിക്കാൻ പറ്റും. പക്ഷേ ബ്രീത്തിങ് ഇല്ലാണ്ട് എത്ര നേരം പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലവർക്ക് എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് 10-15 മിനിറ്റ് ഒക്കെ പിടിച്ചു നിർത്തുമെന്ന് പറയണു. ഉറപ്പായിട്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ശരീരത്തിനകത്തുനിന്ന് കുറച്ച് സെല്ലുകൾ മരണപ്പെടും. ഓക്കെ, അപ്പോൾ ബ്രീത്തിങ്ങിന് വളരെയേറെ പ്രാധാന്യം ഉള്ളതുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് എപ്പോഴും മെറ്റൽ എലമെന്റ്സ് എല്ലാം തന്നെ കറക്റ്റായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതേമാതിരി തന്നെ നമ്മളുടെ ഡീടോക്സിഫിക്കേഷനിൽ വളരെയേറെ പ്രാധാന്യമുണ്ട് മെറ്റൽ എലമെന്റിന്. ഓക്കെ, ഒന്ന് മുകളിലൂടെ നമ്മൾ പുറത്തേക്ക് വിടുന്ന വായു, അശുദ്ധവായു, അതിനും നമുക്ക് മെറ്റലായിട്ടുള്ള ലാർജ് ഇൻഡസ്ട്രീൻ്റെ സഹായം വേണം. അതേപോലെ തന്നെ സോളിഡ് വേസ്റ്റ് പോണത് മെയിനായിട്ടും ലാർജ് ഇൻഡസ്ട്രീനിലാണ്. അപ്പോൾ യൂറിന് കിഡ്നി അല്ലേ എന്ന് ചോദിക്കേണ്ട, ഈ വെള്ളമൊക്കെ എക്സസ് വെള്ളം വരെ ലാർജ് ഇൻഡസ്ട്രീനാണ് സക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ടുള്ള എക്സ്ക്രിയേഷനിൽ വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താ പറയുക ഒരു സാധനമാണ് ഈ മെറ്റൽ എലിമെൻ്റ് എന്നുള്ളത്. അതേമാതിരി തന്നെ മെറ്റലിന് സപ്പോർട്ട് ചെയ്യുന്ന ഫുഡ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാത്തിനും ഇങ്ങനെ ഉണ്ടാവും. ജസ്റ്റ് ഇത് ഓർമ്മ വന്നപ്പോൾ ഇട്ടു എന്ന് മാത്രം. എല്ലാ എലമെന്റിനും നമുക്ക് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ നെറ്റിലും മറ്റൊക്കെ സെർച്ച് ചെയ്താൽ തന്നെ ഇത് കിട്ടും. ഓക്കെ, ഗാർലിക് വന്നിട്ട് മെറ്റലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. വെളുത്തുള്ളി എന്ന് പറയുന്ന സാധനം. ഈ വെളുത്തുള്ളി വന്നിട്ട് നമ്മൾ എണ്ണയിലൊക്കെ ഇട്ട് മൊരിച്ച് വേവിച്ച് കഴിഞ്ഞു കഴിഞ്ഞാലൊന്നും ഇതിന്റെ ശരിക്കത്തെ ഗുണം കിട്ടില്ല. അതുകൊണ്ട് തന്നെ കഴിയുന്നത് വന്നിട്ട് നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിനകത്ത് ലാസ്റ്റിൽ എടുത്ത് ഇറക്കി വെക്കുന്ന സമയത്ത് വളരെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ, പൊതുവെ വലിയ പീസസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നമുക്ക് പല ആളുകളും പ്ലേറ്റിനകത്ത് ആ സാധനം മാറ്റി വെക്കുന്നത് കാണാം. അപ്പൊ അതിന് പകരം കുഞ്ഞു കുഞ്ഞു സ്ലൈസ് ആക്കിയിട്ട് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അത് ആ കഴിക്കുന്ന ആഹാരത്തിൻ്റെ കൂടെ പോവും. അത് ലാസ്റ്റ് സ്റ്റേജസിൽ ഇടാം. ഒരു ഇളം വാമിങ് ആയാൽ മാത്രം മതി. അത് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ആക്ച്വലി ഈ ഗാർലിക് വന്നിട്ട് നമ്മുടെ സ്റ്റൊമക്കിന് ശേഷമുള്ള എല്ലാ ഭാഗത്തേക്കും വേണം. ഇത് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അതിനകത്ത് ശരീരത്തിന് വേണ്ട ഒരുപാട് എന്താ പറയുക, എൻ്റെ പേരൊന്നും എനിക്ക് ശരിക്കും അറിയത്തില്ല, അതിന് കിട്ടുന്ന ആ സ്രവത്തിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ളതാണ്. ഓക്കെ, ഗാർലിക് നമുക്ക് ജലദോഷവും മറ്റുള്ള സമയത്ത് ഇൻടേക്ക് ചെയ്യുന്നത് കഫം കളയാൻ നല്ലതാണ്. അതേമാതിരി ഒണിയൻ, കാരണം ഗാർലിക് എന്ന് പറയുന്നത് ഒണിയൻ എന്ന് പറയുന്നത് ഒരേ ഫാമിലി തന്നെയാണ്. രണ്ട് രീതിയിലുള്ള ടേസ്റ്റും ഇതും വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒണിയനൊക്കെ വന്നിട്ട് മെറ്റൽസിന് നല്ലതാണ്. അതേമാതിരി തന്നെ ലീക്സ് എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു എന്താ പറയുക, നമ്മുടെ നമ്മുടെ കൊത്തമല്ലി ഇലയില്ലേ, അതുപോലത്തെ ഒരു എന്താ പറയാ, മല്ലിയില, അങ്ങനെ ആ വിഭാഗത്തിൽപ്പെട്ട ഒരു സാധനമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ജിഞ്ചർ അതെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, നിങ്ങൾ സുജോക്കിലൊക്കെ ജലദോഷം വരുന്ന സമയത്ത് ലങ്ങിന്റെ കറസ്പോണ്ടൻസിൽ ഒട്ടിക്കാറുണ്ട് ജിഞ്ചർ. അതേമാതിരി മോക്സ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ജിഞ്ചർ വെച്ചിട്ട് മോക്സ കൊടുക്കാം. എല്ലാ പോയിന്റ്സിലും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണത്. അതേമാതിരി തന്നെ ജിഞ്ചർ ഒട്ടിച്ചിട്ടാണോ മോക്സ് ചെയ്യേണ്ടത്? ജിഞ്ചർ ആ സ്ഥലത്ത് പോയിന്റിൽ വെച്ചിട്ട് മോക്സ് അതിന്റെ മുകളിൽ കാണിക്കും. അതേമാതിരി തന്നെ ഈ ഗാർലിക്, ഒണിയൻ, ജിഞ്ചർ ഇതെല്ലാം തന്നെ മെറ്റലിന്റെ വാംനെസ്സിനെ കൂട്ടും. അപ്പൊ കഫം കളയാൻ നല്ലതാണ്. അതേമാതിരി തന്നെ ഈ മെറ്റൽ എലമെന്റ് കാംനെസ് കൊണ്ടുവരാൻ, ഹീറ്റ് റെഡ്യൂസ് ചെയ്യാൻ വന്നിട്ട് നമ്മളുടെ എന്താ പറയാ, ഈ മഴക്കാലത്തൊക്കെ സ്കൂളിൽ നമ്മൾ പണ്ട് വിൽക്കാൻ വരും, പിയേഴ്സ് എന്ന് പറയും. അതിനെന്താ പറയാ, ഒരു ഫുള്ളായിട്ട് എന്താ പറയാ, വെള്ളം മാത്രം ഉണ്ടാവും, വെളുത്തിട്ട് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല. എന്താ പറയാ, നിങ്ങൾ അത് പാലക്കാടില്ല, അതിന്റെ പേര് വേറെയാണ് കേട്ടോ. നിങ്ങൾ പറഞ്ഞ സാധനം തന്നെയാണ്, പക്ഷെ പാലക്കാട് അതിന്റെ പേര് വേറെയാണ്. ഓക്കെ, ആപ്പിൾസ്, ബനാനാസ്, പപ്പായ ഇതൊക്കെ വന്നിട്ട് കൂളിംഗ്നെസ് കൊണ്ടുവരും. പപ്പായ ഇവിടെ ഉദ്ദേശിക്കുന്നത് നല്ല പഴുത്ത സാധനത്തിന് കേട്ടോ. ഓക്കെ, പിന്നെന്താ, ഞാൻ ഇവിടെ എന്തോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം എഴുതിയിട്ടുണ്ടല്ലോ. ആൾമോസ്റ്റ് 2000 മോർ ദാൻ ഹാഫ് ഓഫ് ഹെർബൽ ഫോർമുലസ് കണ്ടെയ്ൻ. അതായത് ഈ ജിഞ്ചർ, അതേമാതിരി തന്നെ നമ്മുടെ എന്താ പറയുക ഗ്രാമ്പു.
ഓക്കെ, അതേമാതിരി തന്നെ കുരുമുളക്, ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ആൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളിലും, അതായത് പ്രത്യേകിച്ച് ട്രഡീഷണലായിട്ട് നിലനിൽക്കുന്ന രാജ്യങ്ങളിലെല്ലാം തന്നെ ഈ പറയുന്ന സാധനങ്ങൾ ഒട്ടുമിക്ക മെഡിസിൻസിലുണ്ടാവും. അതിന് മെറ്റൽ എലമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ സാധനങ്ങളെല്ലാം തന്നെ ഇത് വളരെയേറെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം ആയതുകൊണ്ട് കഴിയുന്നതും ഈ ഡേറ്റ്സ്, മറ്റേ കുരുമുളക്, നമ്മുടെ ഗ്രാമ്പു, ജിഞ്ചർ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഇൻടേക്ക് ചെയ്യാൻ ശ്രമിക്കുക, ദിവസം കുറച്ചെങ്കിലും. അപ്പോൾ നിങ്ങൾ ചോദിക്കും മസാല ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന് ഏതൊക്കെയോ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. മസാല ഉപയോഗിക്കുന്നത് തെറ്റാണ്. അത് ഏത് മസാല ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഡിമെയ്ഡായിട്ട് വരുന്ന മസാലയാണ് ഇവിടെ പറയുന്നത്. അതല്ലാണ്ട് കുരുമുളകും മറ്റെന്താ പറയുക പട്ട, ഗ്രാമ്പു, ഇഞ്ചി, വെളുത്തുള്ളി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിനകത്ത് ദിവസം പോകേണ്ട സാധനങ്ങളാണ്. അതേമാതിരി തന്നെ റെഡിമെയ്ഡ് മഞ്ഞൾപ്പൊടിയല്ല, നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ മഞ്ഞൾപ്പൊടി. ആ സാധനം മിനിമം 8 ഗ്രാം എങ്കിലും നമ്മുടെ ശരീരത്തിനകത്ത് എല്ലാവർക്കും പോകണം. മിനിമം 8 ഗ്രാം പെർ പേഴ്സൺ. സൗത്ത് ഇന്ത്യയിലുള്ള ആളുകൾക്ക് മിനിമം ഇത്രയും പോകണം. പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യ എന്ന് പറയുമ്പോൾ പിന്നെയും വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ആളുകൾ നിർബന്ധമായിട്ടും 8% 8 ഗ്രാം ഒരു ദിവസം നമ്മൾ ഇൻടേക്ക് ചെയ്യണം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഒരു മിനിറ്റ് അപ്പം മാം പറഞ്ഞോളൂ. സാർ ഇങ്ങനെ ഈ 2 സ്റ്റേറ്റിന് എന്തുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം? നമുക്ക് ഓരോ കാലാവസ്ഥയ്ക്കും അനുസരിച്ചിട്ടുള്ള ശരീരപ്രകൃതമാണ് നമ്മളെ. അതുകൊണ്ട് നമുക്കിത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സൗത്ത് ഇന്ത്യയിലത്തെ ക്ലൈമറ്റിനും ഇവിടുത്തെ കാലാവസ്ഥയ്ക്കും ഇവിടുത്തെ ഫുഡ് സ്റ്റൈലിനൊക്കെ അനുസരിച്ചിട്ട് മിനിമം 8 ഗ്രാം മഞ്ഞൾപ്പൊടി നമ്മുടെ ശരീരത്തിന് പോകുന്നത് വളരെയേറെ നല്ലതാണ്. അത് അത്രയധികം പോയിസൺ നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നുണ്ടെന്നാണോ അർത്ഥം? എങ്ങനെ വേണമെങ്കിൽ കൺസിഡർ ചെയ്തോളൂ. നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് ഈ സാധനം നിർബന്ധമായി പോകണം. അതിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. മഞ്ഞൾ അത് വന്നിട്ട് മുറിവുകൾ ഉണ്ടെങ്കിൽ ഉണക്കുന്ന സാധനമാണ്. ബാക്ടീരിയാസിനെ പുറന്തള്ളി അതിനെ സേവ് ചെയ്യുന്നതാണ്. നമ്മുടെ ശരീരത്തിനകത്ത് സ്കിന്നിനെ സപ്പോർട്ട് ചെയ്യുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റീനെ സ്ട്രെങ്തൻ ചെയ്യണമെങ്കിൽ മഞ്ഞൾ വരും. നമ്മുടെ ഇപ്പോഴുള്ള ഫുഡ് സ്റ്റൈൽ വിട്ടിട്ട് നമ്മൾ കുറച്ച് പഴയ സ്റ്റൈൽ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ പൊതുവെ എല്ലാവരും എവിടെയും സാമ്പാർ ഒഴിച്ചുകൂടാനാത്ത ഒരു സാധനമാണ്. സാമ്പാറിലെ ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് തന്നെ മഞ്ഞൾപ്പൊടിയാണ്. ആരും ഭക്ഷണത്തിൽ അത് ഉപയോഗിക്കുന്നില്ല. അതേമാതിരി തന്നെ നിങ്ങൾ കപ്പ എന്ന് പറയുമ്പോഴേ മരച്ചീനി എന്നൊക്കെ പറയും. ഈ സാധനം മഞ്ഞളിടാതെ കഴിക്കാനേ പാടില്ല. പക്ഷെ ശരീരത്തിന് ആവശ്യമുള്ള സാധനമാണ്. പക്ഷെ മഞ്ഞൾപ്പൊടി ഇടാതെ കഴിക്കരുതെന്നാ പറയാ. പക്ഷെ ആരും വന്നിട്ട് മധുരക്കിഴങ്ങിൽ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കത്തില്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ചില രോഗങ്ങളെ വരാതെ തടുക്കാനുള്ള കഴിവ് മഞ്ഞൾപ്പൊടിക്ക് വളരെയേറെ കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ട് അത് മാത്രമല്ലാതെ നമ്മൾ രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് പാലും വെള്ളവും പകുതി എടുത്തിട്ട് അതിനകത്ത് ഒരു 3-4 വെളുത്തുള്ളിയുടെ അല്ലി ആ സമയത്ത് ചതച്ചിടുക. ഒരു 5 അല്ലെങ്കിൽ 7 8 കുരുമുളക് നമ്മൾ ചതച്ചിട്ടിട്ട് പാല് നന്നായി തിളച്ച് വരുമ്പോൾ ഇതിനെടുത്ത് വെക്കുന്ന സമയത്ത് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയല്ല മഞ്ഞൾപ്പൊടി ഇട്ട് കുടിക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ബ്ലഡിൻ്റെ മെറ്റബോളിസം കറക്റ്റ് ചെയ്യാനും. അതേമാതിരി തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു സാധനമാണ്. രാത്രി ഉണ്ടാവുന്ന അറ്റാക്കിനെ തടയാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇത് നാച്ചുറലായിട്ടുള്ള നമ്മൾ ഈ ആസ്പിരിനൊക്കെ കഴിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു മരുന്നാണെന്നാണ് നാച്ചുറോപ്പതിയിൽ പറയാറ്. ഗാർലിക് മിൽക്ക് എന്നാണ് പറയുക. അപ്പോൾ പറയും നിങ്ങൾ പാല് കുടിക്കാൻ പാടില്ല എന്ന്. പാലായിട്ട് കുടിക്കാൻ പാടില്ല. പാലിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മെഡിക്കൽ പ്രോപ്പർട്ടീസ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പാലല്ല, ആ സാധനം ദഹിക്കും. മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ അത് പാലിന്ന് പിന്നെ പറയാൻ പറ്റില്ല, അത് പാലല്ല. അവിടെ ഒരു മെഡിസിൻ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന വെഹിക്കിൾ മാത്രമായിട്ട് മാറും.
അതിനകത്ത് കുരുമുളക് ഇടുമ്പോഴും ഇത് തന്നെയാണ് മറ്റേ കുരുമുളക് ഇടുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്, വെളുത്തുള്ളി ഇടുമ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഓക്കെ, അവിടെ വന്നിട്ട് പാലായിട്ടല്ല വർക്ക് ചെയ്യുക. നമ്മൾ മുന്നേ കഫത്തിന് പറഞ്ഞു, മുന്നേ നമ്മള് കഫ് ബൂസ്റ്ററിന് പറഞ്ഞില്ലേ പാലില്? എന്താ സാർ? മുന്നേ നമ്മുടെ കഫ് ബൂസ്റ്ററിനെ, കഫത്തിനെ അടിഞ്ഞു കിടക്കുന്ന കഫത്തിനെ ഇളക്കാൻ വേണ്ടിട്ട് ഒരു കഫ് ബൂസ്റ്റർ പറഞ്ഞിരുന്നില്ല സാർ? അതിൽ മഞ്ഞപ്പൊടി ഇടുമല്ലോ. അതിൽ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി. അതെ അതെ. അപ്പം പാല് കുടിക്കണം നിർബന്ധം ഉണ്ടെങ്കിൽ പതുക്കെ അതിനകത്ത് ഇത്തിരി വെളുത്തുള്ളിയും, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഒരു ചെറിയൊരു സ്മെല്ല് വരും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഭയങ്കര എരിവൊന്നും ഉണ്ടാവില്ല വെളുത്തുള്ളി ഇടുന്നതുകൊണ്ട്. പക്ഷെ അത് വളരെ നല്ലതാണ്. അത്